ടി.എൻ. ശേഷന്റെ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭയമായിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ടി.എൻ. ശേഷൻ കർക്കശമായ ഇടപെടലുകളിലൂടെ തെരഞ്ഞെടുപ്പ് രംഗം സംശുദ്ധമാക്കി എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനമെന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത അദ്ദേഹം വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ പിന്നീട് വന്ന മാറ്റങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ നിയമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രതിപക്ഷം ഇത്തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഉയർത്തിയിട്ടുള്ള ആരോപണം. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ തയ്യാറാകാറുണ്ടോ? ആ നിർദ്ദേശങ്ങൾക്ക് മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നുണ്ടോ? ഒന്ന് പരിശോധിക്കാം. രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ എടുക്കാം. ഒന്ന്, ശിവസേനയുടെയും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ, അതുപോലെ പാട്ടുകൾ. ഈ രണ്ട് കാര്യങ്ങളിലും വലിയ തോതിലുള്ള തടസ്സം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നു. ഡൽഹിയിലാകട്ടെ ആം ആദ്മി പാർട്ടി പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് വീഡിയോ ഗാനങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 8 എതിർപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാറ്റാൻ അവർ തയ്യാറാകുന്നില്ല. ബാലു, എന്താണ് ആ ഒരു തെരഞ്ഞെടുപ്പ് ഗാനത്തിൽ ആം ആദ്മി പാർട്ടി പറയുന്നത്? വസന്ത, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ശിവസേനയുടെ ഗാനവും അതുപോലെ തന്നെ ഈ ആം ആദ്മി പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനവും. ശിവസേനയുടേത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതുകൊണ്ട് അത് മാറ്റണമെന്നതായിരുന്നു. പക്ഷേ ആ കാര്യം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് ഉദ്ധവ് താക്കറെ പക്ഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ബസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഗാനവുമായി ബന്ധപ്പെട്ട് ഈ കമ്മീഷൻ നൽകിയിരിക്കുന്ന നോട്ടീസും, എന്നാൽ ആ പ്രചരണ ഗാനത്തിലെ വിവാദമായ അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നീക്കാൻ വേണ്ടി കഴിയില്ല എന്നിപ്പോൾ ഈ ആം ആദ്മി പാർട്ടി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 8 എതിർപ്പുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ തന്നെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. കാരണം ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കഴിയുന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ദൃശ്യങ്ങളും മറ്റും അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില പരാമർശങ്ങളുമുണ്ട്. അത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതുപോലെ മറ്റ് 7 എതിർപ്പുകൾ കൂടി കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും ഈ ഗാനത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഫലത്തിൽ പഴയതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിർദ്ദേശങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ വില വെച്ച് കൊടുക്കുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അല്ല, ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ബാലു പറഞ്ഞത് ഈ കോടതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ജയിൽ കെ ജവാബ് മേ ഹം വോട്ട് ദേംഗെ എന്നുള്ളതാണ്. ഒന്നത്. രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് ഗുണ്ടാഗർദി കെ ഖിലാഫ് വോട്ട് ദേംഗെ, താനാഷാഹി കർണേ വാലി പാർട്ടി കോ ഹം ഛോഡ് ദേംഗെ. അപ്പോൾ ഇത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോഴും ഇവയെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം എന്നുള്ള നിലയ്ക്കാണ് ആം ആദ്മി പാർട്ടി ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. ശിവസേനയും സമാനമായ സാഹചര്യമാണ് ഇക്കാര്യത്തിൽ ഉയർത്തിയിട്ടുള്ളത്. ബാലു, മറ്റൊരു വിഷയം വരുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു വിദ്വേഷ പ്രസംഗം, അതായത് രാജ്യത്തെ സ്വത്തുക്കളെല്ലാം അല്ലെങ്കിൽ രാജ്യത്തെ റിസോഴ്സുകളെല്ലാം തന്നെ മുസ്ലിങ്ങൾക്ക് നൽകണമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു. ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതാണെന്ന തരത്തിലുള്ള ആ വിദ്വേഷ പ്രസംഗം. അതോടൊപ്പം രാഹുൽ ഗാന്ധി കേരളത്തിൽ നടത്തിയിട്ടുള്ള ഈ രണ്ട് വിഷയങ്ങൾക്കും ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി അത് പറഞ്ഞവർക്ക് നൽകാതെ അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ അധ്യക്ഷന്മാർക്ക് നോട്ടീസ് നൽകുന്ന ഒരു സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരുന്നു. സ്റ്റാർ ക്യാമ്പയിനർമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു വ്യാഖ്യാനം എടുത്തുകൊണ്ട്, അപ്പോൾ ഇത്തരത്തിൽ പുതിയ ചില വ്യാഖ്യാനങ്ങൾ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ള പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇന്ത്യ സഖ്യം ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നതാണ്. അവർ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അതുപോലെ തന്നെ പുതുതായി വന്ന 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയൊക്കെ നിയമനം ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ ഒരു സുതാര്യതയില്ല എന്ന് പറയുന്നുണ്ട്. ഈ കമ്മീഷൻ ഏകപക്ഷീയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ നിശ്ചയിച്ചത് പോലും ഈ ഭരണകക്ഷിക്ക് അനുകൂലമായ തരത്തിൽ, കാരണം ഇത്രയും വലിയൊരു ലെങ്തി ടൈം ഇതിന് വേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നത്. ചുരുക്കത്തിൽ മഹാരാഷ്ട്രയിൽ കാര്യമായ തോതിലുള്ള നക്സൽ ബാധിത പ്രദേശങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത മഹാരാഷ്ട്രയിൽ പോലും 4-5 ഘട്ടങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം, അതായത് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു
ബയസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നതെന്ന ആരോപണങ്ങൾ നിലനിൽക്കുകയും അല്ലെങ്കിൽ പ്രതിപക്ഷം അങ്ങനെ പറയുകയുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കമ്മീഷന്റെ ഈ നിർദ്ദേശങ്ങൾക്ക് പഴയ വില ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കമ്മീഷനെ ഭയപ്പെടുന്നില്ല എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾക്കൊക്കെ തന്നെ ഒരു ഏകപക്ഷീയ സ്വഭാവം വരുന്നു, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബയസ്ഡോടുകൂടി ഒരു മുൻവിധിയോടുകൂടിയാണ് ഈ വിഷയങ്ങളെ സമീപിക്കുന്നതെന്നുള്ള പരാതികൾ ഒക്കെ നിലനിൽക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് പൂർത്തിയാകാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടിയുണ്ട്. ഇനിയും 5 ഘട്ട തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വർദ്ധിക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്.